നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമിതി അംഗം രാജശേഖരൻ സാറാണ്. സർ, ഡിസ്കഷനിലേക്ക് സ്വാഗതം. സർ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPയെ തറപറ്റിക്കാൻ ഉയർന്നു കേട്ടിരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ CPM അടക്കമുള്ളവരുണ്ടാക്കിയ ഒരു നറേറ്റീവ് BJPക്ക് വർഗീയത ഉണ്ടെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വികസന വിഷയങ്ങളാണ് BJP ഉയർത്തുന്നതും ഈ വർഗീയത എന്ന ഫാക്ടർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നേയില്ല ഒരു രാഷ്ട്രീയക്കാരും. അപ്പോൾ വർഗീയത അവസാനിച്ചോ അതോ BJPയെ കുറിച്ചുണ്ടായിരുന്നത് ഫേക്ക് നറേറ്റീവായിരുന്നു? ഉത്സവപ്പുറമ്പിലെ ചില മിടുക്കന്മാരെ കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കക്കാൻ ഒരവസരം കാണാതിരിക്കുകയാണെങ്കിൽ ആണ്ട് കള്ളം പോകുന്നതിനൊരു വേള ഉണ്ടാക്കിയാൽ മതി. ആളുകളെല്ലാവരും ആ കള്ളനെ നോക്കി പുറകെ ഓടിക്കൊള്ളും. ആ സമയത്ത് ഈ കള്ളൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കഴുത്ത കിടക്കുന്ന 5 പവന്റെ മാലയും പൊറിച്ചിട്ട് ഓടിക്കോളും. എന്ന് പറഞ്ഞാൽ കള്ളനാണ് കള്ളം വരുന്നതെന്ന് ആദ്യം വിളിച്ചു പോകുന്നത്. യഥാർത്ഥത്തില് വർഗീയത 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 എന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ട സംഗതിയാണ്. എന്നിട്ട് യഥാർത്ഥ വർഗീയവാദികൾ, മതേതരവാദികൾ, രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയതയെ എന്നും കൂട്ടുപിടിച്ചിട്ടുള്ള കൂട്ടര്, അവര് വർഗീയത ആരോപിക്കപ്പെടുന്നതിനുള്ള യാതൊരു സാധ്യതയില്ലാത്തവരുടെ മേളിൽ അത് സ്ഥാപിച്ചിട്ട് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് പണിയെടുക്കുമായിരുന്നു. ഞാനിത് പറയുന്നത് വെറുതെ ഒരു പറച്ചിലല്ല. ഒപ്പം തന്നെ വേറൊരു സംഗതിയുണ്ട്. കേരളം മതസൗഹാർദ്ദത്തിന്റെ പാരമ്പര്യമുള്ള നാടൊന്നുമല്ല, ഒരിക്കലും അല്ല. 920 മലബാറില് പാവപ്പെട്ട ഹിന്ദുവിനെ വെട്ടിമുറിച്ച കിണറിനകത്ത് കുഴിച്ചു മൂടിയപ്പം കേരളത്തിലെ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഇന്നല്ല, ഇംഗ്ലീഷുകാരുടെ വരവ് തൊട്ട് ഇംഗ്ലീഷുകാരത് ആദ്യം ചെയ്യുന്നത്. അവിടുത്തെ സമ്പത്തും വരുമാനവും എടുത്ത് തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കപ്പത്തിന്റെ പേരില് ഈ സമ്പത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയത് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിരുന്നു. ആ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമുള്ള മതത്തിന്റെ ആളുകളെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമിയെ, വേലുത്തം വിതളവായെ ചെയ്യാവുന്ന ഉപദ്രവങ്ങളെല്ലാം ചെയ്തത് മതസൗഹാർദ്ദമല്ല. അതൊക്കെ നിൽക്കട്ടെ, പഴയ ചരിത്രമാണ്. നമുക്ക് 957 വരാം. ഞാൻ പറയാൻ വരുന്ന കാര്യം വേറൊന്നുമല്ല. ആദ്യമായിട്ടൊരു തുടക്കത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് പോലെ മതസൗഹാർദ്ദത്തിന്റെ സ്ഥലം അല്ല കേരളം. വർഗീയത രാഷ്ട്രീയ വിഷയം ആയിട്ടില്ലാത്ത സ്ഥലവുമല്ല കേരളം. ഇതുവരെ നടന്നുകൊണ്ടിരുന്നെന്ന് പറയുന്നത് ശാന്തത 2 തരത്തിലുമാകാം. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോഴേ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് വാതിക്ക് നിൽക്കുന്ന ആള് താനങ്ങോട്ട് കയറി പോകണ്ട എന്നൊരാളെ തടസ്സപ്പെടുത്തിയെന്ന് വിചാരിക്കുക. ഞാൻ മിണ്ടാതെ തിരിച്ചു പോവുക. അപ്പൊ എന്താ പറയേണ്ടത്? ശാന്തമാണ്, പ്രശ്നമില്ല. ഞാൻ പറയണത് താനാരാണ് എന്നെ തടസ്സപ്പെടുത്താൻ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കയറി വന്നു കഴിയുമ്പം തടസ്സം ഉണ്ടാവും. പ്രതികരണശേഷി ഉണ്ടായപ്പോഴാണ് ഇത്. ആ പ്രതികരണശേഷി ഇക്കാലം എത്രയും അവഹേളിക്കുകയും അവഗണിക്കുകയും അരികവൽക്കുകയും ചെയ്ത ഹിന്ദുവിനെ പ്രതികരണശേഷി, അതാണ് വർഗീയത എന്ന് പറഞ്ഞത്. അത് വന്നപ്പോഴാണ് ഇത് വർഗീയതയാണെന്ന് പറയുന്നത്. അതെ, ഹിന്ദു കുട്ടികൾ പള്ളിക്കൂടങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് മുടി പിന്നീട്ട് ചെല്ലണമെന്നും പൂജ വെപ്പിന്റെ പിറ്റേ ദിവസം പഠിത്തം പരീക്ഷ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത്, വേറൊരു സ്ഥലത്ത് മറ്റു തലത്തില് ഇങ്ങനെയൊക്കെയുള്ള അവഹേളനവും അരികവൽക്കരിക്കലും ഞാൻ ആവർത്തിക്കുന്നു നടന്നിട്ടൊന്നും ഹിന്ദു പ്രതികരിക്കാത്തൊരു കാലത്ത് ആ കാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നമുക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ ഇത്തിരി ലിമിറ്റ് ചെയ്ത് പറയാം, ആ കാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിച്ചാൽ അടി കണ്ടുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു കാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നടക്കില്ല എന്ന് കേരളം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നോക്കിക്കേ, കഴിഞ്ഞ എല്ലാ ഇലക്ഷനും ഒരാളെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു, രമേശ് ചെന്നിത്തല. ചെന്നിത്തലയ്ക്ക് ഒരു പ്രാവശ്യം മനോരമയിലെ ജോണി എബ്രഹാം എന്ന പേര്, ജോണി ലൂക്കോസ് ചോദിച്ചാൽ അവസാനം ഞാൻ കേട്ടത് ഹിന്ദുവിന്റെ വോട്ട് RSSന്റെ എന്നാ പറഞ്ഞത്.
പക്ഷെ അത് ഹിന്ദുവിൻ്റെ വോട്ടെന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ അങ്ങേക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം ഏതെങ്കിലും ഒരു ജോണി ലൂക്കോസിന് ഈ ചോദിക്കാൻ കെ എം മാണിയോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പള്ളിയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ഇല്ല, ചോദിക്കാൻ പറ്റില്ല. കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുവോ? ഇല്ല. വേണ്ട. കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കില്ല. തോമസ് ഐസക്കിനോട് ചോദിക്കില്ല. എനിക്ക് പള്ളിയുടെ വോട്ട് വേണ്ട. എം എ ബേബിയോട് പറയില്ല, അങ്ങനെ പറയാൻ പറയില്ല. റഹീമിനോടും പറയത്തില്ല, ഇളവരം കരിമിനോടും പറയത്തില്ല. ഇതൊക്കെ പറയാൻ ബാധ്യതപ്പെട്ട ഒരു കൂട്ടരേ ഉള്ളൂ, അത് ഹിന്ദുക്കള്. അത് ഇനി നടക്കില്ല. അത് ഏതാണ്ട് ഈ ഇലക്ഷൻ കൊണ്ട് മുഴുവനായിട്ടൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ള പക്ഷമൊന്നും എനിക്കില്ല. ഈ ഇലക്ഷനിലും പ്രശ്നമുണ്ട്. കാരണം SDP-യുടെ മതേതര വോട്ടുകൾ വേണമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതെ, മതേതര വോട്ട്. അതെ, പറയുന്ന കേൾക്ക് മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിക്കൊണ്ട് മുഹമ്മദ് അലി ജിന്നയുടെ ആ സൃഷ്ടിച്ച ഈ മുസ്ലിം ലീഗിന്റെ അവശിഷ്ടം അത് കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിക്കൊണ്ട്, കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിക്കൊണ്ട്, കേരള കോൺഗ്രസും മുസ്ലിം ലീഗും വർഗീയ പാർട്ടികളല്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഭാരതത്തിൽ ഒരു പ്രദേശത്തും വർഗീയ പാർട്ടിയെ ഇല്ല എന്ന ഒരു വാദത്തിലേക്ക്, എന്ന ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തുമെങ്കിൽ ഞാൻ അംഗീകരിക്കാം. എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും വർഗീയ പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന വർഗീയത BJP-യുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല. തീർച്ചയായിട്ടും ഇല്ല. ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഒരു വിഷയം ഞാൻ സൂചിപ്പിച്ചോട്ടെ. കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം ഒന്ന് നോക്കുക. 1957 ഇലക്ഷന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് ജയിച്ചതെന്നാണ് അങ്ങയുടെ അഭിപ്രായം? രാഷ്ട്രീയം പറഞ്ഞാണോ, മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാണോ? ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയാം. അവിടെ നിന്നാണ് കേരളത്തിൽ മതം പറഞ്ഞുള്ള വോട്ട് പിടുത്തത്തിന്റെ ആരംഭം. കാരണം മലബാറിൽ രാമസിംഹനെ കൊന്നു. ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത രാമസിംഹനെ കൊന്നു, കുടുംബത്തിൽ കൊന്നു തീർത്തു. അതിന് ആ മുസ്ലിം വർഗീയവാദിയോട് മലബാർ പ്രദേശത്ത് ഭയങ്കര എതിർപ്പായിരുന്നു. ആ എതിർപ്പിനെ ഇതിന് ഞങ്ങൾ പരിഹാരം കാണാം എന്ന് പറഞ്ഞ് മലബാറിലെ ഹിന്ദുവിന്റെ സപ്പോർട്ട് ഏലംകുളത്ത് മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാടും കൂട്ടരും ആ വോട്ട് പിടിച്ചു. ഒരു കാര്യം ഓർക്കുക, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഏലംകുളത്തെ മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടും സഖാവ് ശങ്കരൻ എന്ന് പേര് മാറ്റിയില്ല. ശങ്കരൻ നമ്പൂതിരിപ്പാടായി തന്നെ അവര് അന്ന് കളിച്ച രാഷ്ട്രീയം അവിടെ അതായിരുന്നു. ഇവിടെ വേറൊരു സാഹചര്യം തിരുവിതാംകൂർ പ്രത്യേകിച്ചും കേരളത്തിൽ മൊത്തം ഉണ്ടെങ്കിലും ശബരിമലയായിരുന്നു വിഷയം. ശബരിമല തീവപ്പായിരുന്നു വിഷയം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്ന് മാത്രം പരാമർശിച്ചിട്ടുള്ള മലയാള മനോരമയും അവരുയർത്തിയ വർഗീയതയുടെ രാഷ്ട്രീയവും ഇംഗ്ലീഷുകാർ പോകരുതെന്ന് ആഗ്രഹിച്ചവരാ. ഇംഗ്ലീഷുകാർ പോകുമെന്ന് കണ്ടപ്പം അടുത്ത ഭരണകൂടം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശങ്കരനെയും വന്നത്തോലരാമനെയും ഒക്കെ അരികുവൽക്കരിച്ചത്, കോൺഗ്രസിൽ നിന്ന് ചവിട്ടി ഒതുക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ്, ആ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശബരിമല തീവെപ്പ്. ആ തീവെപ്പിനെ കുറിച്ച് അന്വേഷിക്കാം, അതും ഹിന്ദുവിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവിടെയും ഹിന്ദുവിന്റെ പ്രശ്ന പരിഹാരത്തിന് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ, മറ്റൊരു നേതാവ് PK വാസുദേവൻ നായർ, ചങ്ങനാശ്ശേരിക്കാരനായ കല്യാണകൃഷ്ണൻ നായർ, ഇവര് 3 പേരും കൂടെ പേരിലെ വാല് മുറിക്കാത്ത നേതാക്കന്മാരാ. അതുകൊണ്ട് മന്നത്തുള്ളവരുടെ ചെന്നു. മന്നത്തിന്റെ കുടുംബത്തിന്റെ കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. ആ അനുഗ്രഹം വോട്ടായിട്ട് മാറിയാണ് നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. നേരിയ ഭൂരിപക്ഷം അസംബ്ലിയില് വളരെ അത്യാവശ്യം മാത്രമുള്ള സ്വതന്ത്രന്മാരുടെ കൂട്ടിയാണ് കയറി കഴിഞ്ഞപ്പോൾ അത് എന്ന് പറഞ്ഞാല് ഹിന്ദുമതത്തിന്റെ താല്പര്യം സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടാണ് 57 സർക്കാർ വന്നത്. ഇന്ന് പക്ഷെ തിരിച്ചാണ്. അടുത്ത ഭാഗം കേട്ടോളൂ. അന്ന് തന്നെ തലതിരിഞ്ഞു. സെൽഭരണമായി ഭരണത്തിൽ വരാൻ എനിക്ക് സഹായിച്ചവർക്ക് തന്നെ പാരപണിയും തുടങ്ങി.
വിശദീകരിക്കാൻ സമയമില്ല. അന്നത്തെ നമ്മുടെ ഈ ഭൂപരിഷ്കരണ നിയമം, അതെ അതെ, ഭൂപരിഷ്കരണ നിയമത്തിനപ്പുറം അതിനെ തോട്ടം ഭൂമിയെ ഒഴിവാക്കിയത് ഇതൊക്കെ വർഗീയ പീഡനത്തിന് ലക്ഷണമായിരുന്നു. അത് മനസ്സിലാക്കിയ അന്നും തന്നെ വിമോചന സമരത്തിൽ ശബ്ദം ഉയർത്തി പിടിച്ചിറക്കി. പിന്നീട് വരുമ്പോഴത്തേക്ക് 67-ലാണ് ഇതേ ഏലംകുളത്ത് മണിക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗിനെ കൂട്ടിയൊരു ഭരണം ഉണ്ടാക്കി. വർഗീയതയുടെ ആരംഭം യഥാർത്ഥത്തിൽ മുസ്ലിം വർഗീയതയ്ക്ക് ആക്കം കുറിച്ചത്. അതിനു മുമ്പ് കോൺഗ്രസ്സുകാർ കൊടുത്തെങ്കിലും പക്ഷെ അതാണ് ഏറ്റവും ഇടതുപക്ഷത്തുനിന്ന് കോൺഗ്രസ്സുകാർ അവർ കൊടുത്താണ്. അതിനുശേഷമാണ് മലപ്പുറം ജില്ല കൊടുത്തത്. കൊടക്കമ്പി വിൽക്കാൻ നടക്കുന്നതിനൊക്കെ അറബി കുൻഷിയുടെ പെൻഷൻ കൊടുത്തത്. അതും കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോയി. പക്ഷെ അത് ഇപ്പോഴും മാറ്റാൻ കഴിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു തരിക, അതിനോട് കട്ടിങ്ങോ അല്ലാതെ. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടി ഒരു പക്ഷത്ത്. അപ്പൊ ഇവരെ എതിർക്കാൻ വേണ്ടിയിട്ട് കരുണാകരന്റെ പക്ഷത്ത് വലതു വർഗീയ മുന്നണി ഉണ്ടാക്കി. ഹിന്ദു, കരുണാകരൻ ഹിന്ദുവാണ്, ഹിന്ദുക്കളെ ഗുരുവായൂരൊക്കെ പോകുന്നതിന്റെ പേരിൽ കുറച്ച് അല്ലെങ്കിലും അദ്ദേഹത്തിന് സ്ഥായിയായ ഹിന്ദു വിരുദ്ധ ഭാവമില്ലായിരുന്നു. ഹിന്ദുക്കളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടി, മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി, വലതു വർഗീയ മുന്നണി അങ്ങനെയായി. ഇടതു വർഗീയ മുന്നണി ഇതിനകത്തുനിന്ന് കഷണങ്ങളെ മുറിച്ചെടുത്തു. കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം, മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം, അങ്ങനെ വന്നു. പിന്നീട് അടുത്ത ഉണ്ടാകുന്നു നിലയ്ക്കൽ പ്രശ്നം. നിലയ്ക്കൽ പ്രശ്നത്തില് കേരളത്തിലെ ഹിന്ദു ശരിക്കും ആദ്യമായിട്ട് പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് EMS മനസ്സിലായി ഹിന്ദുവിന്റെ ശബ്ദം ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യം വളരുന്നു. ഉടനെയുള്ള EMS പ്രഖ്യാപനം കേരള കോൺഗ്രസ്സുകാരനും INL എല്ലാം ഈ മുന്നണി വിട്ടു. പോയി ചെന്ന് പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വാ. ക്രിസ്ത്യൻ കേരള കോൺഗ്രസ്സുകാരൻ ക്രിസ്ത്യൻ പള്ളിയെ, മുസ്ലിം ലീഗ് INL മുസ്ലിം പള്ളിയും തള്ളിക്കളഞ്ഞിട്ട് വരാമെങ്കിൽ ഞങ്ങൾ സാധ്യത ഞങ്ങളുടെ കൂടെ, അങ്ങനെ പറഞ്ഞ് തനി മതേതരത്വ മുന്നണിയാക്കി. അങ്ങനെ ഹിന്ദുവിന്റെ വോട്ട് ആ ഇലക്ഷന് പിടിച്ചു. നിലയ്ക്കൽ പ്രശ്നത്തിന് ശേഷമുള്ള ഇലക്ഷൻ ജയിക്കുന്നത് ഹിന്ദുവിന്റെ വോട്ട് നേടിയ. അപ്പൊ 2 ഇലക്ഷന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാര്, അതായത് ഇപ്പോഴത്തെ ഇടതു വർഗീയ മുന്നണി, ഹിന്ദുവിന്റെ താല്പര്യം സംരക്ഷിച്ചു കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. പിന്നീട് വന്ന ഇലക്ഷനുകളൊക്കെ വന്നപ്പം പിന്നെ രീതി മാറി. ഈ കേരള കോൺഗ്രസിന്റെ ഘടകങ്ങള് പിന്നെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം, PDP, മദനി, PDP, മദനി, വെൽഫെയർ പാർട്ടി, SDP ഇവരെല്ലാം കൂട്ടുള്ള ദിവസം വന്നു. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് സംഘടിത ഹിന്ദു ദേശീയ തലത്തിൽ വളർന്നിരിക്കുന്നത് കാണുമ്പോൾ അസ്വസ്ഥതയുണ്ട്. ഹിന്ദുവിനെ തകർക്കാൻ വേണ്ടി ഞങ്ങളാണ് കൂടുതൽ കേവന്മാർ, ഹിന്ദുവിനെ തല്ലി ഒതുക്കാൻ വേണ്ടി ഞങ്ങളാണ് കേവന്മാരെന്ന് ഇടതുപക്ഷം പറയുന്നു, ഞങ്ങളാ കേവന്മാരെന്ന് വലതുപക്ഷം പറയുന്നു. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം. അപ്പൊ ഹിന്ദുവിരുദ്ധ വർഗീയത ഒരു പക്ഷത്ത്, ദേശവിരുദ്ധ രാഷ്ട്രീയം, ഹിന്ദുവിരുദ്ധ വർഗീയതയും ദേശവിരുദ്ധ രാഷ്ട്രീയവും കൂടെ ചേർന്ന ഒരു അജണ്ടയാണ് ഭാരതത്തിലെ പ്രതിപക്ഷത്തിന് പൊതുവെ ഉള്ളതും. ഈ തെരഞ്ഞെടുപ്പിലെ ഭയങ്കര നിർണായകമാണ്. കാരണം CPM-നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവമരണ പോരാട്ടമാണ്. CPM-ന് ഇനി ഇവിടെ അല്ലാതെ എങ്ങും ഒന്നും പ്രതീക്ഷിക്കാനില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 10 വർഷമായി ഭരണമില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയാനുള്ള സാഹചര്യമില്ല, എല്ലാവരും മറുകണ്ഠം ചാടിക്കും. പക്ഷേ എങ്കിലും അവർ രണ്ടും കൂടി കോമൺ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത് BJP-യെ മാത്രമാണ്. BJP-യാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP മാത്രമല്ല, ഇപ്പോൾ വേറെ ആരും ചിത്രത്തിലില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ അപരനെ നിർത്തുന്നതായാലും, B. ഗോപാലകൃഷ്ണനെതിരെ ഹിന്ദുവിരുദ്ധ പരാമർശത്തിൽ കേസെടുക്കുന്നതാണെങ്കിലും എല്ലാ വിഷയത്തിലും അവർക്ക് ആകെ ഒരു പൊതുശത്രു ഉള്ളത് BJP-യാണ്. ആ സാഹചര്യമല്ലേ, പണ്ട് തുടങ്ങിയ സാഹചര്യം ഇപ്പോഴും അത് നിലവിൽ പോവുകയല്ലേ. പിന്നെ താത്വികമായ ഒരു വിഷയവും പ്രായോഗികമായ ഒരു വിഷയമുണ്ട്. രണ്ടും ഞാൻ മറന്നുപോയി ഓർമ്മിപ്പിച്ച് ഓർമ്മിക്കുക. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയം, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താ, കഴിഞ്ഞ 50 വർഷമായിട്ട് അവിടെ ഹിന്ദു MLA ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തില് ഇതുപോലെ 50 വർഷങ്ങളായി അവിടെ നിന്ന് ഒരു ക്രിസ്ത്യാനിയെ ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിമോ MLA ആയിട്ടുണ്ടോ? ഹിന്ദുവും മുസ്ലിമും കഴിഞ്ഞ 50 വർഷമായിട്ട് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ആയിട്ടില്ല. മതേതരത്വത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നിടത്ത് ആവേണ്ടതല്ല. അതുപോലെ ആറന്മുള
ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ മതപരമായ ജാതിപരമായ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആറന്മുള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിനെയും പരിഗണിക്കപ്പെടേണ്ട സീറ്റാണ്. പക്ഷെ ഇടത് വർഗീയ മുന്നണിയും വലതു വർഗീയ മുന്നണിയും യാക്കോബക്കാരെന്നെങ്കിൽ മാത്രമേ വ്യഞ്ജനിക്കപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട യാക്കോബക്കാരൻ മാത്രം നിന്നെങ്കിലേ ഓർത്തഡോക്സുകാരൻ മാത്രം നിന്നെങ്കിലേ അവിടെ മതേതരത്വം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിയുമ്പം അതിനെ ചോദിക്കുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലുള്ളവരെ വെല്ലുവിളിച്ചത് കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് കാര്യം ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിന്റെ മാതൃക ചട്ടമുണ്ടല്ലോ, അതൊക്കെ നിലവില്ലാത്തൊരു കാലമില്ലേ? ആ കാലത്ത് വേണം സമൂഹത്തിൽ ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ കേസ് വരാനുള്ള സാധ്യതയില്ല. ഇവർ പോയാലും വിജയിക്കില്ല എന്നുള്ളതാണ്. അത് വിജയിക്കത്തില്ല. മറ്റു മതവിഭാഗങ്ങളെ അല്ല പറഞ്ഞിട്ടില്ല, താൻ ഉൾപ്പെടുന്ന മതവിഭാഗത്തെ. രണ്ടാമത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പുള്ള സംഭവം, അതുകൊണ്ട് അത് വരില്ല. പിന്നെ വേറൊന്ന്, ഹിന്ദു എന്ന് പറഞ്ഞാല് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്താ? വേ ഓഫ് ലൈഫ് എന്നല്ലേ? അപ്പൊ ആ വേ ഓഫ് ലൈഫ് അതാ ജാതി അല്ലത്. അപ്പൊ ഇവര് പറയണം മറ്റൊരു വേ ഓഫ് ലൈഫ് ഇതാണെന്ന് പറയണം. അതെന്തായാലും വിഷയമില്ല. ഞാൻ ചോദിച്ച ചോദ്യം അവിടെ ഉയർത്തുന്ന ആ വിഷയം. അതുപോലെ മലപ്പുറത്ത് ജയിക്കാൻ പോയിട്ട് സ്ഥാനാർത്ഥി കിട്ടാൻ പോലും ഇല്ല എന്നുള്ളതാണ് വേറെ. വേണ്ട, ഇപ്പഴീ ആ ബെൽറ്റ് ഉണ്ടല്ലോ, പാലാ പൂഞ്ഞാർ, ആ ബെൽറ്റിൽ എന്നും ജയിച്ചു വരുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. അതെ അതെ, അതിനെ ആ വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലാതെ മറ്റാരെങ്കിലും തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു മതവിഭാഗത്തിനെതിരായപ്പോ അപ്പ തോറ്റു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ വിടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഹിന്ദു വിരുദ്ധമായിട്ട് മാത്രമുള്ള അതിനെ ഒന്ന് താത്വികമായിട്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, ഭാരതം നിലനിൽക്കണമെങ്കിൽ അത് അംബേദ്കറാണ് ആദ്യം പറഞ്ഞത്. ഡോക്ടർ അംബേദ്കർ ആനിലേഷൻ ഓഫ് കാസ്റ്റ് ആ പുസ്തകത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുകയാണ്, സ്വരാജ് കിട്ടിയാൽ മാത്രം പോരാ, സ്വരാജ് നിലനിർത്തണം, സംരക്ഷിക്കപ്പെടണം. സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഹിന്ദു സംരക്ഷിക്കപ്പെടണം. ഹിന്ദു സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഭാഗ്യതയില്ല എന്നർത്ഥം. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ പറയുമ്പം ആ ഹിന്ദു എന്ന് പറയാം തന്നെയല്ല, 1917 അംബേദ്കർ തീസിസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഭാരതത്തിന്റെ ഒരു സാംസ്കാരിക, അത് ഹൈന്ദവ പറഞ്ഞിട്ടുണ്ട്, ആ സാംസ്കാരിക ദേശീയതയുടെ അടിത്തറയായ ഹിന്ദു തകർക്കപ്പെട്ടെങ്കിലേ ഭാരതം തകർക്കപ്പെടാൻ സാധ്യതയുള്ളൂ. ഭാരതം തകർക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുവിനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മതേതരത്വം നിലനിർത്താൻ ഹിന്ദുവിന് പറ്റുന്ന പോലെ വേറെ ആർക്കും പറ്റില്ല. അവിടെ ഹിന്ദു മതം പോലും വിഷയമല്ല. അവിടെ വിഷയം എന്ന് വെച്ചാൽ ഹിന്ദു സാംസ്കാരിക ദേശീയതയുടെ അടിത്തറ തീർക്കണം. അത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വീരവിനായക ദാമോദർ സവർക്കർ പറഞ്ഞ അതേ കാര്യം അതിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തപോലെ എന്തെന്നറിയോ? A Hindu is most intensely so when he ceases to be a Hindu. എസൻഷ്യസ് ഓഫ് ഹിന്ദുസത്തിന്റെ അവസാന ഒരു ഹിന്ദുവായിട്ട് മാറുന്നത് അവൻ ഹിന്ദു അല്ലാതാകുമ്പോഴെന്നാ പറഞ്ഞത്. മനുഷ്യനായിട്ട് മാറുമ്പോൾ മനുഷ്യനാകണം എന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, അത് ആദ്യം പറഞ്ഞയാൾ സവർക്കറാണ്. ഒരു തരത്തിൽ വിവേചനത്തിന് അദ്ദേഹം എതിരായിരുന്നു. അത് മറ്റൊരു കാര്യം. എന്തായാലും രാഷ്ട്രീയമായിട്ട് പറയുമ്പം കേരളം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ വർഗീയ രാഷ്ട്രീയമാണ്. ആ ഹിന്ദു വിരുദ്ധ വർഗീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായൊരു തെളിവിടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാഗം നിർത്താം. സദ്ദാം ഹുസൈൻ ഇറാഖ് യുദ്ധം ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തനം, ഒരു സ്ഥാപനം, പ്രിന്റ്, പേര് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലാവും, മലബാറിൽ അവരിറക്കുന്ന എഡിഷനില് സദ്ദാം ഹുസൈൻ ഇറാഖിന് സപ്പോർട്ടായിരുന്നു. അതേ പത്രം കോട്ടയത്ത് ഇറക്കുമ്പം അമേരിക്കക്ക് അനുകൂലം അല്ലേ? പക്ഷെ ഇന്ന് ആ സംഭവമില്ല, ഇന്ന് യുദ്ധം നടക്കുമ്പോഴേക്കും എല്ലാവരും ഇറാന്റെ കൂടെയാണ്. എന്താ കാര്യം? കാര്യം വേറൊന്നുമില്ല, ഇസ്രായേലിനോടൊപ്പം ഭാരതം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് സംശയമല്ല, നിൽക്കുന്നു. നമ്മളിപ്പോൾ ചർച്ചാ വിഷയത്തിൽ ഞാൻ പറയുന്നില്ല. ഭാരതം ഇസ്രായേലിനോടൊപ്പം ആയതുകൊണ്ട്, നരേന്ദ്രമോദി ഇസ്രായേലിനോടൊപ്പം ആയതുകൊണ്ട് ഞങ്ങളെല്ലാം ഇറാന് കുഞ്ഞുങ്ങളെ കൊന്ന കരയും. ഇസ്രായേലില് ആ 2001 ഒക്ടോബറില് അത്രയും പേരെ ഹോസ്റ്റേജ് ആക്കിക്കൊണ്ട് പോയപ്പോഴ് ഒരാളും പറഞ്ഞില്ല അൺകണ്ടീഷണൽ ആയിട്ട്
ഈ ഹോസ്റ്റേജിനെ മുഴുവൻ മുക്തരാക്കിയ ശേഷമേ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയുള്ളെന്ന് ഹമാസിനോട് ആരും പറഞ്ഞില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ സംഭവം തന്നെ കാണിക്കുന്നത് വർത്തമാനകാല ആഗോള സാഹചര്യത്തിൽ ഇറാനോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണുന്ന വ്യഗ്രത തന്നെ അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് മോശമായി മാറിയിരിക്കുന്നെന്നും കേരളത്തിലാണെങ്കിൽ പോലും ഹിന്ദു വിരുദ്ധ വർഗീയത പറയാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം ഒന്നായി ചിന്തിക്കണമെന്നുള്ള ആ ഒരു നിവൃത്തികേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുക. എന്നിരുന്നാലും കേരളം 26-ലെ ഇലക്ഷന് ഇതിനെല്ലാം അവസാനമാക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ അവസാനം ഇവിടെ കൊണ്ട് കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷെ അവസാനത്തിൻ്റെ ആരംഭം കുറിക്കാൻ കഴിയും ഇപ്രാവശ്യം. ഏതായാലും അടുത്ത നിയമസഭയിൽ ആർട്ടിക്കിൾ 370-നോ പൗരത്വ ഭേദഗതി ബില്ലിനോ ഒക്കെ എതിരായി ആരെങ്കിലും ഒക്കെ ഇറാനെ എതിർക്കാൻ വേണ്ടി ഒരു അൺഒപ്പോസ്ഡ് ആയിട്ട് ഐകകണ്ഠേന നടക്കില്ല, ഒരു പ്രമേയം നടക്കില്ല. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം കേരള നിയമസഭയ്ക്ക് ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല. ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ അവസാനത്തിന്റെ ആരംഭം, അതിന്റെ ശംഖനാദം മെയ് 4-ാം തീയതി മുഴങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ എന്നും ആശംസിക്കുന്നു. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സാർ. വീണ്ടും അടുത്ത വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും.